1924 ജൂലൈ 28 കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വെറ്ററൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ ദിവസ് അല്ലെങ്കിൽ കാർഗിൽ നടന്ന യുദ്ധത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു കൂട്ടായ്മ, വിമുക്ത ഭടന്മാരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അതിൽ യുദ്ധത്തിൽ പങ്കെടുത്ത കുറച്ചു പേരെ ആദരിക്കുകയും അവരിൽ നിന്ന് അവരുടെ അനുഭവം അവർ പറയാനൊരു അവസരം അവർക്ക് കിട്ടുകയും അവരത് പറയുകയും അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ജോഫാസ് ട്രാക്കിനുണ്ടായി. ആ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു അരമണിക്കൂർ നീളമുണ്ട് ഈ വീഡിയോയ്ക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ച, നമ്മുടെ അഭിമാനത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച 500-ൽ പരം സൈനികരും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതപിക്കാൻ മാത്രമേ. കാരണം നമ്മുടെ അഭിമാനത്തിന് വേണ്ടിയാണ് അവരവരുടെ കുടുംബത്തിനെ മറന്നത്, നമ്മുടെ കുടുംബങ്ങളുടെ അഭിമാനം. അത് തന്നെയല്ല, ഇത് സംഘടിപ്പിച്ച ഒരു ഹോട്ടലിൽ വെച്ച, ഹോട്ടലിന്റെ പേര് തന്നെ വിചിത്രം. 1947 1947 ഹോട്ടൽ 1947. ആ ഹോട്ടലിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കൊച്ചുമക്കളെ കൂട്ടി അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അതൊരു മ്യൂസിയം പോലെ. അവിടെ പോയി ഭക്ഷണം കഴിക്കണമെന്നോ അവിടെ പോയി അവിടേക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കണമെന്നോ അല്ല. ആ ചരിത്ര പുരുഷന്മാരുടെ ഒരു ഗാലറി തന്നെയുണ്ട്. സൈന്യത്തിൽ നിന്ന് മരിച്ച, നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരുടെ പടങ്ങളും അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അത് ഹോട്ടലിനേക്കാൾ ഉപരി ഒരു മ്യൂസിയമാണ്. അത് ഞാൻ വിചാരിച്ച വല്ല വിമുക്ത ഭടന്മാര് അല്ല, ഈ വ്യക്തി സ്വന്തം താല്പര്യം സൈനികർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. ആ ഹോട്ടലില് കഴിയുമെങ്കിൽ മക്കളെയൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ എറണാകുളം ജില്ലയിൽ കാക്കനാടാണത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്, ഞാൻ അറിഞ്ഞില്ല ഈ ഹോട്ടലിൻ്റെ ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കേണ്ടി വന്നു. എനിക്ക് ആ ഹോട്ടലിനെ പറ്റി അറിയാം. അപ്പം ഞാനത് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളെല്ലാവരും കഴിയുമെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ സൈനികർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കാം. യുദ്ധഭടന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി സ്വന്തം കാര്യത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഈ ചടങ്ങിന്റെ വേദിയിലേക്ക് ആദരവോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഫ്ലൈങ് ഓഫീസർ മധുസൂദനൻ സാറിനെയും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സോൾജേഴ്സിനെ അവരെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അവർ മാത്രമല്ല, ഇന്നത്തെ രാവിലെ പത്രം വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് കുപ്വാരയില് പാകിസ്ഥാന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഇന്നലെ മരിച്ച സൈനികരെയും നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മ ചെയ്യും. ഫെയർചൈൽഡ് റാക്കറ്റ് എന്ന വിമാനത്തിലാണ്. ആ വിമാനത്തിന്റെ ഗ്രൂപ്പ് 1 ഡയറക്ടർ ടെക്നീഷ്യനായി ജോലി ചെയ്യും. ഈ വിമാനം പഠാൻകോട്ട് എയർഫീൽഡിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ഒരു ഇന്ത്യൻ ടെക്നീഷ്യൻ എപ്പോഴും ഈ വിമാനത്തോടൊപ്പം ഉണ്ടാവും. കാരണം അത് വളരെ പഴക്കം ചെന്ന ഒരു ഒബ്സലീറ്റ് ടൈപ്പ് ഓഫ് വിമാനമായിരുന്നതുകൊണ്ടാണ്. ഇവിടെ എയർഫോഴ്സിന്റെ പ്രതിനിധികളായിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും.
അത് പലപ്പോഴും പഠാൻകോട്ട് ടെറിട്ടറിയിൽ നിന്ന് വിന്റർ സമയം വന്നാൽ ലിഫ്റ്റ് ചെയ്യുന്ന കാർഗോ അരിയും മണ്ണെണ്ണയും സോൾജേഴ്സിന് വേണ്ടി ആയിരുന്നില്ല. അത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൗജന്യമായി വിതരണം ചെയ്യുന്ന പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് വേണ്ടി ഇന്ത്യയിലെ അതിന്റെ പാക്കറ്റ് വിമാനത്തിൽ ഈ അരിയും മണ്ണെണ്ണയും ഗോതമ്പും എത്തി ചെയ്ത് കൊണ്ടുപോകുക. നമ്മൾ ഈ കേരളീയ സംസ്ഥാനത്ത് നെക്സ്റ്റ് ചെയ്തത് അങ്ങനെയാണ്. ഗവൺമെന്റ് പല പൊളിറ്റിക്കൽ അഫിലിയേഷൻസും ഫിലോസഫിയുമുള്ള ഗവൺമെന്റുകൾ ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും 1947 നിങ്ങൾക്ക് കേട്ടാൽ പലർക്കും വിശ്വാസം തന്നെയാണ്. ഇന്ത്യൻ പോസ്റ്റ് ലിഫ്റ്റ് ചെയ്തിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ സാധാരണ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അരിയും ഗോതമ്പും മണ്ണെണ്ണയും ആയിരുന്നു. നമ്മൾ അങ്ങനെ അവിടെ നെക്സ്റ്റ് ചെയ്തു. ഈ കാലഘട്ടത്തിൽ പോയാൽ ഇന്ന് നിങ്ങൾ ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ നിങ്ങൾ വായിച്ചാൽ, ഞാനത് വായിക്കാം. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഒരു മിനിറ്റ്. അതിനകത്ത് പറയുന്നത് ചീഫ് മിനിസ്റ്റർ, അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീമതി മെഹബൂബ മുഫ്തി, അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയുമോ? The Home Minister Amit Shah keeps talking about bringing back the part of the Kashmir of the Pakistan occupied Kashmir. In Pakistan occupied Kashmir, the Indian soldiers എന്റെ മുതിർന്ന സഹോദരന്മാർക്ക് സ്വാതന്ത്ര്യാനന്തരം ആദ്യത്തെ കോൺഫ്ലിക്റ്റിൽ തന്നെ പാകിസ്ഥാൻ occupied കാശ്മീർ ഇൻവേഡ് ചെയ്ത് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷേ അന്നത്തെ ഗവൺമെന്റ് അവരുടെ ഇഷ്ടത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഗവൺമെന്റിന്റെ ഒരു ഡെഫിനിറ്റ് തീരുമാനമെടുക്കാൻ കഴിയാതെ പോയ ആ സാഹചര്യത്തിലാണ് നമുക്ക് ഇപ്പോ ജമ്മു കാശ്മീരിന്റെ ഭാഗമായ ഒരു ഭാഗം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരായി നിലനിർത്തേണ്ടി വന്നു പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മള് ഇനിയൊരു യുദ്ധത്തിലൂടെ അല്ലാതെ ആ ഓക്യുപ്പൈഡ് കാശ്മീർ ഡിപ്ലോമസിയിലൂടെ നമുക്ക് നേടാനാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, കാർഗിലിൽ 527 സോൾജേഴ്സിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് നഷ്ടപ്പെടുത്താൻ ഇടയായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതായത് ഇന്റലിജൻസ് ലാപ്സസ്, lack of coordination between the different organizations of the defense, ഇതെല്ലാം ഉണ്ടെന്ന് പറയുന്നു. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഇനിയും കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറണമെങ്കിൽ ഇനിയും നിരവധി നമ്മുടെ സോൾജേഴ്സിന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുമെന്നാണ്. അതെന്തുമായി ആയിക്കോട്ടെ, ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമോ വേണ്ടിയിരുന്നോ എന്ന്, ഈവൻ പാർട്ടീഷൻ തന്നെ വേണമായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഡിബേറ്റ്സ് ഉണ്ട്. ആ ഡിബേറ്റ്സ് നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഏതായാലും ഇത്ര നമ്മുടെ സഹോദരന്മാർ കാർഗിലിൽ ജീവത്യാഗം വരിക്കേണ്ടി വന്ന നമ്മളുടെ സഹോദരന്മാരെ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുന്നു. അവരുടെ പാരായണത്തിന് കീഴിൽ നമ്മളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ നമ്മളുടെ നമ്മൾ സമർപ്പിക്കുന്നു. രാജ്യം മുന്നോട്ട് പോകുന്നതിൽ സോൾജേഴ്സ് വഹിക്കുന്ന പങ്കിനെ സംബന്ധിച്ച് അടുത്ത സമയത്ത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്, ഇന്ത്യൻ സോൾജേഴ്സിനെ ഞാൻ സ്മരിക്കുന്നു, 1 rank 1 പെൻഷൻ ഞാനല്ലേ നൽകിയതെന്ന് പറയും. നമ്മളത് നിഷേധിക്കുന്നില്ല. നമ്മളുടെ ജീവിത നിലവാരം ഒരു പരിധിവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സഹായകരമായിട്ടുള്ള 1 rank 1 പെൻഷന്റെ ഒരു അല്പം ഇൻക്രീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം ലഭിച്ചിട്ടുള്ള പെൻഷൻ 630 രൂപയാണ്. ഇപ്പൊ 36,500 രൂപ ആസ് എൻ എയർഫോഴ്സ് സർജന്റ് എന്ന നിലയിൽ
പെൻഷൻ വാങ്ങും. പക്ഷെ അതിനോട് എനിക്ക് അങ്ങേയറ്റത്തെ കൃതാർത്ഥതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1979 ഞാൻ തിരിഞ്ഞു വന്നു. 19 വർഷത്തെ സർവീസിന് ശേഷം എനിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പെൻഷൻ തന്നത് എത്ര വർഷമാണ്? മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്നെ സേഫ് ഗാർഡ് ചെയ്യുന്നത് എത്ര വർഷമാണ്? സ്വാഭാവികമായിട്ടും നമ്മളത് വിസ്മരിക്കരുത്. നമ്മൾ 1 റാങ്ക് 1 പെൻഷന് വേണ്ടി സമരം ചെയ്യുമ്പോഴും ഈ രാജ്യമെന്ന സോൾജേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി നൽകുന്ന ഒരു ഓർഗനൈസേഷനോ ഡിഫൻസ് ഫോഴ്സസ് ഉണ്ട് എന്ന് ഇനിയും മനസ്സിലാക്കാൻ നമ്മൾ പോകുന്നതേ ഉള്ളൂ. ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ പെൻഷൻ വാങ്ങിയത് 1979 ജനുവരി മുതൽ ഞാൻ പെൻഷനറാണ്. 1970. നമസ്കാരം. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ആരാധ്യരായ എൻ്റെ വലിയ ജ്യേഷ്ഠന്മാരും അതേപോലെ തന്നെ മറ്റിതര സഹോദരന്മാരും വീരനാരികളും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ എന്തിനാണ് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. 1999 മെയ് മാസം പാകിസ്ഥാന്റെ നീചരായിട്ടുള്ള ഭരണാധികാരികളുടെ സൈനിക മേധാവികളുടെ വൃത്തികെട്ട ആ ഏറ്റവും മോശമായിട്ടുള്ള ചിന്തകളിൽ ഉടലെടുത്ത ചില അത്യാർത്ഥി പിടിച്ച കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ അതിർത്തികളിൽ കടന്നു കയറി, ഇന്ത്യൻ പ്രദേശങ്ങളിൽ കടന്നു കയറി നമ്മുടെ ഭൂമി പിടിച്ചെടുക്കുക, ലോകത്തെ എന്നും സഹിഷ്ണുതയുടെ പാഠങ്ങൾ മാത്രം ലോകത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാഭാരതം എന്നും ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ആ ക്ഷമ കെടുത്തത്തക്ക രീതിയിലേക്കാണ് നമ്മുടെ അയൽവക്ക രാജ്യങ്ങൾ ഇപ്പോഴും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനും മൂത്തോട് ജവാബ്, മുഖം അടച്ചുള്ള അടിയാണ് നമ്മൾ കൊടുത്തത്. അവരൊരിക്കലും ചിന്തിച്ചില്ല ദ്രാസ്, കാർഗിൽ മേഖലയിലെ ദ്രാസിൽ നമ്മുടെ ഈ 8ഓളം കുന്നുകളുടെ മുകളിൽ അവർ കടന്നു കയറി മുകളിൽ താവളം ഉറപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ എന്നുള്ള ഒരു ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള മുമ്പിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമായി അല്ലെങ്കിൽ ആ നിരയിൽ നിൽക്കുന്ന മറ്റിതര രാജ്യങ്ങളുടെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുകയാണ്. ഓരോ ഭാരതീയനും കടപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ആദരിക്കാൻ പോകുന്നത് കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ രവീന്ദ്രൻ സാറിനെയാണ്. അദ്ദേഹം ചൈന വാറിലും പാകിസ്ഥാൻ വാറിലും നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യനായ രവീന്ദ്രൻ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് 23 രാജ്യത്തിൽ സർവീസ് ചെയ്ത മണില സാർ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഗണേശൻ സാറിനെയാണ് വിളിക്കുന്നത്. അദ്ദേഹവും കാർഗിൽ വാർ മൂണ്ടറാണ്, ഇന്ത്യൻ മദ്രാസിൽ നിന്നാണ്. അദ്ദേഹത്തെ വളരെ ആദരവോട് കൂടി നമ്മുടെ ഈ ചടങ്ങിൽ 25ാമത് കാർഗിൽ വിജയ ദിവസത്തിന്റെ ആഘോഷ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയാണ്. കടലിൽ സ്വീകരിക്കാനായി വിളിച്ചു.
അടുത്തതായി ആദരിക്കുന്നത് മോഹൻദാസ് സാറാണ്. അദ്ദേഹം OP വിജയിലാണ് പങ്കെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെയും ആദരിക്കുകയാണ്. സുബേദാർ അനിൽകുമാർ സാറാണ്. അദ്ദേഹം OP രക്ഷക്കിൽ നിന്ന് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ ചടങ്ങ് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അടുത്തായിട്ട് ജസ്റ്റിൻ ജോർജ് സാറാണ്. ജസ്റ്റിൻ ജോർജ് സാറിനെയാണ് ആദരിക്കുന്നത്. കൊട്ടത്തിൽ നിന്ന് എത്തിയിട്ടുള്ള ഷാജി തരകൻ സാറിനെയാണ് ആദരിക്കുന്നത്. ശ്യാംകുമാർ സാറിനെയാണ് ആദരിക്കുന്നത്. അടുത്ത ആദരിക്കുന്നത് റാണ സാറിനെയാണ്. TS സുന്ദരം സാർ. മെഡലും പ്രശംസാപത്രവും ഏറ്റുവാങ്ങിയിട്ടുള്ള സംസാരിക്കാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അയച്ചുകൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ സംഘാടകരോട് ഇവിടെ അവരുടെ കുടുംബങ്ങളും നാട്ടുകളും എന്റെ വിജയകരമായ നമ്മളെല്ലാവരും പട്ടാള ജീവിതം കഴിഞ്ഞ് പെൻഷനായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നവരാണ്. എന്നെക്കാട്ടി ഒട്ടും മോശക്കാരല്ല ഈ ഇരിക്കുന്ന ആൾക്കാരല്ല. ഇവരെല്ലാവരും പട്ടാള ജീവിതം എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു ബാറിൽ പങ്കെടുത്തവരായിരിക്കും. അതേപോലെ തന്നെ അവരുടെ ട്രെയിനിങ്ങും അവരുടെ ജീവിതവും എല്ലാം ഒരു പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വരുന്നത് വരെ എല്ലാവരും ആ ഓരോ ദിവസം കഴിയുമ്പോൾ ഇന്നത്തെ 24 മണിക്കൂറും ഡ്യൂട്ടിയിലുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പൊ എല്ലാവരും ഓരോ ദിവസവും രാവിലെ ഇന്നിക്കൊരു PT കഴിഞ്ഞു പോയാലും നമ്മൾ പട്ടാളത്തിന്റെ ട്രെയിനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടും എന്നൊക്കെ പിരിഞ്ഞു വരുന്നത് വരെ ഒരു യുദ്ധത്തെ മുൻനിർത്തിക്കൊണ്ട് ആണ് നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ രീതിയിലെ ഓരോ പ്രവർത്തനവും നമ്മുടെ പട്ടാള ജീവിതം കഴിയുന്നത് വരെ. പക്ഷെ ഇത് ചിലവർക്ക് ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചു, അല്ലാത്ത കുറെ ആൾക്കാർക്ക് അത് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. ചിലവർക്ക് അതിൻ്റെതായ ചാൻസ് കിട്ടും. വിശേഷിച്ചും ഇന്ന് ഇന്ത്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. OP രക്ഷക് എന്ന് പറയുന്ന ശ്രീനഗറിൽ ഇന്ന് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ യുദ്ധത്തിന്റെ പേരാണ് OP രക്ഷക്. ഈ OP രക്ഷകാണ് OP വിജയമായിട്ട് മാറിയത്. പിന്നെ ചൈന ബാറിലും
ഈ പിന്നെ 72 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത എക്സ് സർവീസ്മാൻമാരായി 2 കാലും 2 കൈയും 2 കണ്ണും നഷ്ടപ്പെട്ട നട്ടലിന് വെളിയുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ നാട്ടിലോട്ട് വരാതെ പൂന ഇടുക്കി ഹോസ്പിറ്റലിൽ സ്വന്തം കുടുംബമായിട്ട് കഴിയുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അവരെ ഒന്നും ആ കാലഘട്ടങ്ങളിൽ ഈ കാർഗിൽ ഓപ്പറേഷനിൽ ഞാൻ ആരെയും കുറ്റമൊന്നും പറയില്ല, പരിഗണിക്കാത്ത പല കാര്യങ്ങളും ഓപ്പറേഷൻ വിജയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആ ഓപ്പറേഷൻ വിജയിൽ പങ്കെടുത്ത എന്നെ പോലുള്ളവർക്ക് കിട്ടി എന്നുള്ളതാണ്. അവിടുന്ന് മടങ്ങിയതിന് ശേഷം നേരെ പോവാണ് ലോക്യപാല. അവിടെ അവര് എയർഫോഴ്സ് വന്ന് 2 പ്ലെയിൻ വന്ന് ഫയർ ചെയ്ത് അവരെ തുരുത്തിയത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഒരു ഡിവിഷനിലോ ഏതാണ്ട് 14,000 പേര് അന്ന് വാഷർ വേണ്ടതാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം വന്നത് അവിടുത്തെ ലോകപാലിൽ നിന്ന് ജസൽമേർ വന്നിട്ട് റൗണ്ട് ഞങ്ങളെ കവറിങ് ഫയർ ചെയ്ത് ഞങ്ങളെ അറ്റാക്ക് ചെയ്ത് പിടിക്കാനുള്ള പരിപാടി, ജീവനോടെ പിടിക്കാൻ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ചോളം, നിവൃത്തിയില്ലെങ്കിൽ സെൽഫ് ഫയർ ചെയ്ത് നമ്മൾ ആത്മഹത്യ ചെയ്യണം, സ്വയം ആത്മഹത്യ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു വെടിയുണ്ടാ നമുക്കുള്ളതാണ്, ബാക്കിയൊക്കെ തീരുള്ളൂ. SLR ആയതുകൊണ്ട് 39 എണ്ണം തീരും. അതുകൊണ്ട് നമുക്ക് വേണ്ടി വെച്ചേക്കും. ദൈവാദിത്യത്തിന് അവിടെ നമുക്കതിനുള്ള അവസരം ഉണ്ടായില്ല, ദൈവം സഹായിച്ചു. അപ്പോൾ ഇവിടെ പ്രായത്തിലൊക്കെ ജീവിക്കുന്ന ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം നമ്മുടെ ഒരു ഐക്യം വേണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു നേതാക്കൾ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ സീനിയേഴ്സിനും എൻ്റെ നമസ്കാരം. ആദ്യമായി ഇത്ര മഹത്തായ ഒരു വേദി നമുക്ക് വേണ്ടി സജ്ജമാക്കി തന്ന ഹോട്ടൽ 1947നോട് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. ഏകദേശം ഞാനിതിൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ കുറവാണ്. ഏകദേശം 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹിമാലയത്തിലെ സംസ്കാർ മലനിരകളെ തീപിടിപ്പിച്ച ആ ദിനങ്ങളെ നാം ഓർമ്മിക്കുകയാണ്. കാർഗിൽ എന്ന് നാം വിളിക്കുന്ന യുദ്ധം നൂറുകണക്കിന് സ്ത്രീകളെ വൈദ്യുതിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുകയും അതിലുപരിയായ പിഞ്ചുമക്കളെ അനാഥത്വത്തിന്റെ ആഴക്കടലുകളിലേക്ക് എത്തിപ്പിക്കുകയും ചെയ്ത നൂറുകണക്കിന് അമ്മമാർ എരിയുന്ന ചിതകൾക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ആ ദിവസത്തെ നമുക്കൊരിക്കലും മറക്കുവാൻ സാധിക്കില്ല. ഒരിക്കലും സൈനിക സേവനം എന്ന് വെച്ചാൽ അത് കേവലം ഒരു ജീവിത ഉപാധി മാത്രമല്ല. എന്നും ശത്രു സൈന്യത്തിന് നേരെ തൊടുത്തു വെച്ചിരിക്കുന്ന ജീവനുള്ള ആയുധങ്ങളാണ് സൈനികർ. സ്വാതന്ത്ര്യം, സമത്വം എന്നിവ വിഭാവനം ചെയ്യുന്ന ഒരു ഭരണകൂട വ്യവസ്ഥിതി തന്നെ ഒരു സൈനികന് ഇതൊന്നും അനുവദിക്കുന്നില്ല. ഒരു രാജ്യത്തെ ഭരണകൂട വ്യവസ്ഥിതി സൈനികന്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് നേരെ അടിച്ചേൽപ്പിക്കുന്ന ആ കർശനമായ മിലിറ്ററി ആക്ടും റൂൾസും നമ്മെ മറ്റൊരു ലോകത്തിലേക്കാണ് നയിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പാടുകളിലൂടെ നാം ആർജിച്ച ആ ട്രെയിനിങ്ങിന്റെ ആ ശക്തി കൊണ്ട് നാം യുദ്ധസ്ഥലങ്ങളിലേക്ക് മുന്നേറുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ കർമ്മയോഗ്യം തന്നെയാണ്. ഈ രാജ്യത്തിന് വേണ്ടി പോരടിച്ച ആ സൈനികർ കാർഗിൽ മഞ്ഞമലനിരകളിൽ മരിച്ചു വീണ് ജൂലൈ 26 ഈ മഹാരാജ്യം വിജയ ദിവസം ആഘോഷിച്ചപ്പോൾ അന്ന് ആ യുദ്ധസ്ഥലികളിൽ മരിച്ചു വീണ പട്ടാളക്കാരന്റെ ഭാര്യയെയോ പിഞ്ചുമക്കളെയോ ആ ഓർമ്മകൾക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എക്സ് സർവീസ്മെൻ മാത്രമല്ല, എക്സ് സർവീസ്മെൻ കമ്മ്യൂണിറ്റിക്ക് ഈ എയർഫോഴ്സ് അസോസിയേഷൻ്റെ അസറ്റും അവരുടെ ഓർഗനൈസേഷനും എബിലിറ്റിയും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവതരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ് എയർഫോഴ്സ് അസോസിയേഷൻ്റെ എറണാകുളം ചാപ്റ്റർ. സ്വാഭാവികമായും അതിൻ്റെ അനുഭവങ്ങളെ സംബന്ധിച്ച് നമ്മളോട് ഏതാനും വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡൈമാസ്റ്റർ മധുസാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വെറ്ററൻസ് അസോസിയേഷൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. അങ്ങ് ദയവായി വന്നാൽ അതിനുവേണ്ടി നമ്മുടെ അധ്യക്ഷൻ അസോസിയേഷൻ്റെ കേരള
മൈക്രോസോഫ്റ്റ് സർവീസ് മറ്റുള്ള രീതിയിലുള്ള സർവീസ് സേവനത്തിലുള്ള എല്ലാ നീര നിർത്തവന്മാരെ നാരികളുടെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ധന്യമായ നമസ്കാരം. കാർഗിൽ ദിനോത്സവത്തിൻ്റെ യുവജൂബിലിയാണ് നമ്മൾ ആവിഷ്കരണം. ആദ്യമായിട്ട് ഞാൻ അതിന് സൗകര്യം മുതലായിട്ടുള്ള സാഹചര്യം വെച്ചിട്ടുള്ള ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഈ കോൺഫിഡൻസ് ഓഫ് മെട്രോ അസോസിയേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും എല്ലാവിധ ഭാവങ്ങളും ഭംഗി സാറ് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസ് അസോസിയേഷൻ്റെ ഒരു നല്ലൊരു ഓഫീസ് ഉണ്ട്. ഇവിടെ വലിയൊരു സംഘടനയാണ്. അതിപ്പം ആളിൽ ഇപ്പം എറണാകുളം ജില്ല വിട്ട് കേരള സ്റ്റേറ്റായിപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളും വളരെ ചർച്ചയപ്പെടുന്ന ഒരു അസോസിയേഷനാണ് ഇപ്പോൾ ഉള്ളത്. വാണിജ്യത്തിന് മനസ്സിൽ ഞാൻ അതിൻ്റെ ഒരു പ്രസക്താണ്. അതിനൊരു സാഹചര്യം കിട്ടി. പക്ഷേ എൻ്റെ കൂടെ ഇന്ന് അതിൻ്റെ എൻ്റെ കൂടെ അതുപോലെ നിൽക്കുന്ന രണ്ട് കൂടെ ജനറൽ സെക്രട്ടറി സുന്ദർ സാറ്, ഞങ്ങളുടെ ട്രഷറർ സാറ്, അങ്ങനെ കുറേ ആൾക്കാർ കൂടെ വന്നിട്ടുണ്ട് ഈ അസോസിയേഷൻ്റെ ഈ ഒരു ഭാഗമാകാനും സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് ആഘോഷിക്കുന്നത് ഒന്നാണ്. പറഞ്ഞു വരുന്നത് എൻ്റെ അച്ഛനെ എന്ന് പറഞ്ഞാൽ ആശംസ അർപ്പിക്കണമെന്നാണ്. നന്ദിപ്രമേയാണ് ആശംസ എല്ലാം നന്ദിപ്രമേയാണ്. അപ്പം കൂട്ടത്തൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളുണ്ട്. ഞാനും ഈ ആഗ്രഹത്തിലും പങ്കാളിയായിരുന്നു. നേരത്തെ പറഞ്ഞമാതിരി ഈ യുദ്ധത്തിന് തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. നമ്മുടെ ഭാരത് എപ്പോഴും ഒരു സഹോദര അല്ലെങ്കിൽ ഒരു സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ വാത്സല്യമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം വേണമെന്ന് അന്നത്തെ പ്രസിഡന്റ് ചർച്ച ചെയ്തു. ബസ് സർവീസ് വരെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അന്നത്തെ ജനറലായിരുന്ന അവരുടെ തീവ്രവാദികൾ ചേർന്നാണ് ഈ യുദ്ധം തുടക്കമിട്ടത്. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. അതിനുശേഷമാണ് തക്കതായിട്ടുള്ള മറുപടി നമ്മുടെ ഇന്ത്യൻ സൈന്യം കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ വിജയിക്കാൻ പറ്റും. പക്ഷേ അത് നമ്മൾ കുറേ ആൾക്കാരുടെ ജീവിതം 527 വീട്ടിൽ പറയുന്നെങ്കിലും 1000 മേൽ ആൾക്കാരുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഒരുപാട് പേര് കാഷ്വാലിറ്റി ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെ അവരുടെയൊക്കെ ത്യാഗം കൊണ്ട് നമുക്ക് അത് വിജയപ്പെടി പറയാൻ സാധിക്കും. ഞാൻ എൻ്റെ നമ്മുടെ ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഞാൻ ഇത്ര വയസ്സായിട്ടും ഇത്ര ദൂരമായിട്ടും ഈ അസോസിയേഷന് വേണ്ടി അഘോരാസം വൈകുന്നേരം സാറിന് എല്ലാവരും പേരും ഞാൻ പ്രത്യേകം നന്ദി. അതിനേക്കാൾ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സെക്രട്ടറി മൈക്രോ ശിവസാർ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സാമ്പത്തിക കാര്യത്തിന് വേണ്ടി മാറ്റും. സാമ്പത്തിക മാത്രം സമയം എപ്പോഴും ഈ അസോസിയേഷൻ ഒന്നാമത് ഓഫീസ് നമ്മളോട് മലപ്പള്ളിനാളിൽ ആ ഓഫീസിൽ എപ്പോഴും ഈ അസോസിയേഷൻ മാത്രം ഉപയോഗിക്കുന്നു. ഇന്ന് അദ്ദേഹം ശ്രമമാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയതും അങ്ങനെ ഈ ആഘോഷങ്ങൾ ഹോട്ടലിൻ്റെ അദ്ദേഹത്തിന് എല്ലാവരും പേരും ഞാൻ പ്രത്യേകം നന്ദി. പിന്നെ സതീഷ് സാറ് ആത്മാർത്ഥമായിട്ട് പിന്നണി ഇരുന്ന് എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഓരോ മെസ്സേജ് പലതരം മെസ്സേജ് ആൾക്കാർ കൊടുത്തി ആൾക്കാരെ ഒന്നിച്ച് സംഘടിപ്പിക്കാൻ ആത്മാർത്ഥം പരിശോധന അവിടെ നിന്ന് എൻ്റെ അനുസരിച്ച് എൻ്റെ കൂടെ വന്ന അസോസിയേഷനുകൾ ഭാരവാഹികൾ പ്രത്യേകം ഈ പല സ്ഥലത്തും എത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ വിമത പ്രവർത്തകർക്കും അസോസിയേഷൻ്റെ പേരിൽ പ്രത്യേകം അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹോട്ടലിൽ നമുക്ക് തന്നെ ഒരിക്കൽ കൂടി അവർക്ക് ഈ നല്ലൊരു സഹായം നീക്കുന്ന ആ ഹോട്ടലിൽ മാനേജ്മെന്റിനും അവിടുത്തെ സ്റ്റാഫിനും എല്ലാവരും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മഹത്വക്തിത്വങ്ങളെ ഞങ്ങൾക്ക് ഇതുപോലെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൊണ്ടുപോകാനായിട്ട് ഒരു ഹോട്ടൽ 1947 കേട്ടപ്പോഴും എൻ്റെ മനസ്സിൽ എന്താണ് ഇങ്ങനെ ഒരു പേരുള്ള ഹോട്ടൽ. പക്ഷെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ പേരിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. അപ്പോൾ ഹോട്ടലുടെ മാനേജർ സാറിനെ പ്രത്യേകം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസയും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സംസാരിക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതകഥ 1-2 പേര് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. കാരണം ഞങ്ങൾക്ക്
കാർഗിൽ യുദ്ധവും ഇതൊക്കെ പേപ്പറിൽ കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. യുദ്ധം എന്താണ്, യുദ്ധങ്ങളോ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് സംസാരിക്കാനുണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞങ്ങൾക്ക് ആ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു സാർ, അതുപോലെ തന്നെ വ്യക്തികൾ സംസാരിച്ചു. അത്രയും അവസരം ഒരുക്കി തന്ന ഞങ്ങളെ ലേഡീസിനെയും വിളിച്ച് ഇതുപോലെ നല്ലൊരു അവസരം തന്ന എല്ലാവർക്കും, ഇതിന് ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു. ഇതുപോലെ നമ്മുടെ പ്രസ്ഥാനം വളരെയധികം മുന്നോട്ട് നയിക്കട്ടെ. എല്ലാവരും ഒത്തൊരുമിച്ച് वहीं थोड़ी दूर है घर मेरा, मेरे घर में है मेरी बूढ़ी माँ, मेरी माँ के पैरों को छू के तो उसे उसके बेटे का नाम दे। भारत माता की जय, भारत माता की जय। मेरे दोस्तों मेरे दिलरुबा, मेरी माँ को मेरा पैगाम दे, उन्हें जाके तू ये पैगाम दे। मैं वापस आऊँगा, मैं वापस आऊँगा, फिर अपने गाँव में उसी की छाँव में, कि माँ के आंचल से, गाँव के पीपल से, किसी के काजल से